ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ സത്യദൈവം എന്നതിനെ ആസ്പദമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ കരകുളം. മനസ്സലിവുള്ള മഹാദൈവത്തിന് ഈ പ്രഭാതത്തിൽ വീണ്ടും മഹത്വവും ബഹുമാനവും ശക്തിയും ധനവും സ്തോത്രവും അർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ തൃപ്പാദം എന്ന ഈ ശുശ്രൂഷയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരായിരിക്കുന്നവർക്കും സ്നേഹവന്ദനം. ദൈവം ഈ പ്രഭാതത്തിൽ എല്ലാ നന്മകളും നൽകി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയമാണല്ലോ ഈ പ്രഭാതത്തിൽ നാം വീണ്ടും പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ പ്രഭാതത്തിൽ വീണ്ടും യഹോവയാകുന്ന ദൈവമാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു എന്ന വിഷയമാണ് നമ്മൾ പഠിക്കാനായിട്ട് ആരംഭിക്കുന്നത്. യഹോവ എന്ന നാമം വിശുദ്ധ തിരുവെഴുത്തിൽ ദൈവനാമത്തേക്കാൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന നാമമാണ് യഹോവ എന്ന നാമം. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്നാണ് ആ നാമത്തിൻ്റെ അർത്ഥം. അഥവാ സ്വയാസ്തിക്യമുള്ളവൻ, ഉണ്ടായിരുന്നവൻ, ആയിരുന്നവൻ എന്നാണ് യഹോവ എന്ന നാമത്തിൻ്റെ അർത്ഥം എന്നുള്ളത്. യഹോവ എന്ന നാമം സാധാരണയായിട്ട് നാം കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് അത് പിതാവാകുന്ന ദൈവത്തെ കുറിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. അത് വളരെ വാസ്തവമായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ യഹോവ എന്ന നാമം പിതാവിനുള്ളതുപോലെ പുത്രനാകുന്ന യേശുക്രിസ്തുവിനുമുണ്ട്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനും യഹോവ എന്ന നാമം ഉണ്ട് എന്നാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു യഹോവയാണ് എന്നുള്ള കാര്യം പലപ്പോഴും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം കഴിയാത്തതായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടെന്നാൽ യഹോവയുടെ പുത്രനാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു എന്ന് സാധാരണയായിട്ട് നമ്മൾ ഗ്രഹിക്കുന്നു. അങ്ങനെ ഗ്രഹിച്ചിരിക്കുന്നതിൽ തെറ്റില്ല. കാരണം യഹോവയുടെ പുത്രനാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു എന്ന് പഠിക്കാനും ഉൾക്കൊള്ളുവാനും തക്കവണ്ണം കഴിയുന്നതായിരിക്കുന്ന വേദഭാഗങ്ങൾ തിരുവെഴുത്തിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സങ്കീർത്തനം 2:7 യഹോവ എന്നോട് അരുളിച്ചെയ്തു, നീ എൻ്റെ പുത്രൻ എന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെ യഹോവയാകുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് മശീഹയായിരിക്കുന്ന ക്രിസ്തു എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ വിഷയം അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ യഹോവ എന്ന നാമം പിതാവിനുമുണ്ട്, പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവിനും ഉണ്ട് എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. ആദ്യമായിട്ട് യഹോവ എന്ന നാമം പിതാവിന് പറയുന്നതായിരിക്കുന്ന വേദഭാഗങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കുക. യെശയ്യാവിൻ്റെ പുസ്തകം 53 നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ യഹോവ നമ്മുടെ പാപമെല്ലാം അവൻ്റെ മേൽ ചുമത്തി, യഹോവ തൻ്റെ പുത്രനെ തകർത്ത് കളഞ്ഞു എന്ന് ആ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ തന്നെ യെശയ്യാവ് 61:1 വായിക്കുമ്പോൾ യഹോവ എന്നെ അയച്ചു എന്നുള്ളതായിരിക്കുന്ന പ്രയോഗം കാണാൻ കഴിയും. സങ്കീർത്തനങ്ങൾ 110:1 യഹോവ എൻ്റെ കർത്താവിനോട് അരുളിച്ചെയ്തത് എന്നുള്ളതായിരിക്കുന്ന വേദഭാഗം കാണാനായിട്ട് കഴിയും. യിരെമ്യാവ് 23:23 യഹോവ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവമാണ്. യെശയ്യാവ് 66:1 യഹോവ സ്വർഗം സിംഹാസനമാക്കി ഭൂമി പാദപീഠമാക്കി വസിക്കുന്നവനാകുന്ന ദൈവമാണ്. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അവിടെയെല്ലാം പറയുന്നതായിരിക്കുന്ന യഹോവ പിതാവാകുന്ന ദൈവത്തെയാണ് കുറിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെയും യഹോവയുടെ ആത്മാവെന്ന് സംബോധന ചെയ്തിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6:3 യഹോവയുടെ ആത്മാവ് മനുഷ്യന്റെ മേൽ എല്ലാ കാലത്തും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 48:16 യഹോവയും യഹോവയുടെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെയും കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ പരിശുദ്ധാത്മാവ് യഹോവയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവിന് യഹോവയുടെ ആത്മാവെന്ന മറ്റൊരു നാമവും ഉണ്ട് എന്നുള്ള വിഷയം പഠിക്കാനായിട്ട് നമുക്ക് കഴിയുന്നതാണ്. ഈ ചിന്തയോട് തന്നെ പുത്രനാകുന്ന ക്രിസ്തുവിനും യഹോവ എന്ന നാമം ഉള്ളതായിട്ട്
നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. തിരുവെഴുത്തിൽ, പഴയ നിയമ തിരുവെഴുത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആ കാര്യം വിശദമായിട്ട് പറയുന്നുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കുന്നു. സഖര്യാവിൻ്റെ പുസ്തകം 14:3-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവ എന്ന ദൈവം ഒലിവുമലയിൽ വരുന്നു, അവിടുത്തെ കാല് ഒലിവുമലയിൽ ചവിട്ടുന്നു എന്നെല്ലാം നമ്മൾ വായിക്കുന്നു. യഹോവയാകുന്ന കർത്താവ് തൻ്റെ സകല ദൂതന്മാരുമായും വിശുദ്ധന്മാരുമായും വരുന്നു, ഭൂമിയിൽ രാജാവായിട്ട് വസിക്കുന്നു എന്ന് സഖര്യാ പ്രവാചകന്റെ പുസ്തകം 14:5 അത് മുതൽ താഴേക്കുള്ള വേദഭാഗങ്ങളിലും കാണാനായിട്ട് കഴിയുന്നതാണ്. മാത്രമല്ല, സങ്കീർത്തനങ്ങൾ 68:4 നമ്മൾ വായിക്കുമ്പോൾ, മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവനെ വഴി നിരപ്പാക്കുവിനെന്ന് പറയുന്നു. ശേഷം പറയുന്നു, യാഗ് എന്നാകുന്നു അവിടുത്തെ നാമം. ഇതിൻ്റെ ഇണവാക്യമായി സഖര്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ മക്കളെ സംബോധന ചെയ്തുകൊണ്ട് സഖര്യാ പ്രവാചകൻ പറയുന്നതായിരിക്കുന്ന വചനം എന്ന് പറയുന്നത്, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിക്കുക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺ കഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു എന്നെഴുതിയിരിക്കുന്നു. അങ്ങനെ കഴുതപ്പുറത്ത് കയറി വരുന്നതായിരിക്കുന്ന യഹോവയാകുന്ന ദൈവം, മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവനാകുന്ന ദൈവം, ആ യഹോവയായ ദൈവം ആരാണെന്ന് പുതിയ നിയമം വ്യക്തമാക്കുന്നു. അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. സങ്കീർത്തനങ്ങൾ 90:1-9 വായിക്കുമ്പോൾ, അവിടെ പിതാവാകുന്ന ദൈവം അത്യുന്നതനായിരിക്കുമ്പോൾ തന്നെ യഹോവ എന്ന പുത്രനാകുന്ന ക്രിസ്തുവിനെ കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു, യഹോവ അത്യുന്നതനെ തൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. യഹോവ അത്യുന്നതങ്ങളിൽ വാസസ്ഥലമാക്കിയിരിക്കുന്നു എന്നല്ല, അത്യുന്നതനെ. അത്യുന്നതൻ എന്ന് പറയുന്നത് പിതാവാകുന്ന ദൈവത്തെ കുറിക്കുന്നു. അവിടെ യഹോവ എന്ന് പറയുന്ന നാമം പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെയും കാണിക്കുന്നു. ഈ വാക്യങ്ങളിൽ നിന്ന് നമ്മൾ എന്താണ് ഉൾക്കൊള്ളേണ്ടത്? നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു യഹോവയാണ്. യഹോവ എന്ന നാമം പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും പുത്രനാകുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന മഹാദൈവത്തിനും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള പരമമായ സത്യം ഈ പ്രഭാതത്തിൽ ഉൾക്കൊള്ളാനായിട്ട് കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. വളരെ വിശാലമായ ആഴമായ ഒരു ഭാഗമാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. യഹോവയാകുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന ബോധത്തോടുകൂടി ഇന്ന് പകൽക്കാലം നമുക്ക് ജീവിക്കാം. ഈ ചിന്തകളാൽ ദൈവമാകുന്ന കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. അവിടുത്തെ പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.